ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയും വിധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ സുരക്ഷിതത്വം പോയിട്ട് ഒന്നും ലഭിക്കുകയില്ല. അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവന് ഇത് തലമുറകളിലൂടെ അനുഗ്രഹമാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ് അമ്മായപ്പൻ, അമ്മായിയമ്മ, മരുമക്കൾ ബന്ധങ്ങൾ. അത് നന്നാകാൻ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. രൂത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, 1-ാം അധ്യായം 15-ാമത്തെ വചനം. ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വലിയ അക്ഷരത്തിൽ ഇതെടുക്കുക. എന്നിട്ട് അടുക്കളയിലും കിടക്കുന്ന സ്ഥലത്തും ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ കുടുംബത്തിലെ പല കുടുംബ പ്രശ്നങ്ങളും തീരും. വായിച്ചു കേട്ടെ. അമ്മായപ്പൻ, അമ്മായിയമ്മ, മരുമക്കൾ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണമെന്നത് കർത്താവിൻ്റെ ആഗ്രഹം. ഇതൊക്കെ കർത്താവിൻ്റെ ആഗ്രഹമാണ് ഈ പറയുന്നത്. വായിച്ചേ. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെപ്പോലെ നീയും പോകുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. സ്നേഹമുള്ളവരെ, പശ്ചാത്തലം ഇതാണ്. നവോമി തൻ്റെ 2 ആൺമക്കൾ നഷ്ടപ്പെട്ടു പോയി. അവളൊരു യഹൂദ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അവളുടെ 2 മരുമക്കളോടും പറഞ്ഞു, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ തിരിച്ചു പൊക്കോളുക. അങ്ങനെ രൂത്തും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും പോകാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ ഒരുവള് പറഞ്ഞു, അമ്മയുടെ വാക്ക് കേട്ടിട്ട് പോവുകയും മറ്റവള് പറഞ്ഞു, ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. ഈ മരുമകൾ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വായിച്ചു. അമ്മ പോകുന്നിടത്ത് ഞാനും വരും. കണ്ടോ, ഈ നമ്മളിപ്പോൾ ഇത്രയും പേര് ഈ ധ്യാനത്തിന് ഇരിപ്പുണ്ട്. നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ, എൻ്റെ അമ്മായിയമ്മ പോകുന്നിടത്ത് തന്നെ ഞാനും വരും? തള്ള പോകുന്നിടത്ത് കുറ്റം കണ്ടുപിടിക്കാനല്ലേ ഈ പറഞ്ഞത്. ഇത് കണ്ണട CCTV വെച്ചിട്ട് പോകാനല്ലേ ഈ പറഞ്ഞത്. അഭിമാനത്തോടെ, അമ്മ ഹോസ്പിറ്റലിൽ പോവുകയാണോ, ഞാൻ വരാമേ. അമ്മ പള്ളിയിൽ പോവുകയാണോ, ഞാൻ വരാമേ. കല്യാണത്തിന് പോവുകയാണോ, ഞാൻ വരാമേ. തിരിച്ചതുപോലെ തന്നെ നമുക്കും ഇത് ഒപ്പിടുന്ന കേസ് കിട്ടും, സ്ത്രീധനം കിട്ടുന്ന ദിവസമാണെങ്കിൽ ആഘോഷമാണ് അല്ലേ. ആ സാധനത്തിനെങ്ങാനും മകള് നേഴ്സിൽ നിന്ന് ലണ്ടനിൽ നിന്ന് ഒരു 10 പൗണ്ട് എങ്ങാനും അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു. ആ പെണ്ണിൻ്റെ കാര്യവും അയച്ചു കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസും. താട്ട് വായിച്ചു. വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. സത്യത്തിൽ സെർച്ച് നടത്താൻ അധികാരം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു അപ്പനും അമ്മയും കിടക്കുന്നതും മരുമക്കളും മകനും മകളും കിടക്കുന്നത് എവിടെയാണ്. ഒരേ അടുക്കളയിലാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതോ ഒരു വീട്ടിലാണോ കിടക്കുന്നത്, ഒരേ സംവിധാനം തന്നെയാണോ കിടക്കുന്നത്. കഴിക്കുന്ന ഭക്ഷണം പോലും കൊടുക്കുന്നത് പോലും 2 ആക്കിക്കൊണ്ട്. എന്നാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ എന്തോ ഒരു സ്നേഹമാണ്, എന്തോ ഒരു ഒരുക്കമാണ്. വർത്തമാന പത്രങ്ങളിൽ ന്യൂസുകളിലൊക്കെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഓരോ മക്കളും മാതാപിതാക്കളോട് കാണിക്കുന്ന പല പരിപാടികളും. വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. പറയാൻ പറ്റുമോ, എൻ്റെ അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. ഇതിപ്പോൾ ജോലിക്ക് തടസ്സം തള്ളയാണ്, എന്നെ ജോലിക്ക് വിടാത്തത് തള്ളയാണ്, മൊത്തം ഈ മക്കളെ മുഴുവൻ തിരിപ്പിക്കുന്നത് ആ തള്ളയാണ്. അതിൻ്റെ കൂടെ എനിക്ക് വാസമില്ല, പൊറുക്കലില്ല. തട്ട് വായിച്ചോ. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും. വലിയൊരു പ്രഖ്യാപനമാണ് രൂത്ത് നടത്തിയിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ വീട്ടുകാരുമുണ്ട്, നിൻ്റെ വീട്ടുകാരുമുണ്ട്. നമുക്കിനി ഒറ്റ വീട്ടുകാരേ ഉള്ളൂ. ഇതിപ്പോൾ എന്താണ്? നിൻ്റെ അമ്മയെങ്ങാനും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മൂടും മാറി, നിൻ്റെ സ്വഭാവം മാറി, മൊത്തം കൊളായി. അപ്പം നിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും. എൻ്റെ വീട്ടുകാർ പള്ളിയുടെ ചുമരയിൽ നിന്ന് പൊട്ടി തോമാശ്ലീഹ ഡയറക്റ്റ് മാമോദീസം മുഖ്യ വിശുദ്ധ കുടുംബം. നിൻ്റെയോ ഏതാണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് പൊങ്ങി മാർഗം കൂടി വന്ന അത്. ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, നിങ്ങൾക്കോ? എൻ്റേതും നിൻ്റേതും. വായിച്ചോ. അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ ഏത് പള്ളിയിൽ പോകുന്നു അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ആരാധനയ്ക്ക് വരുന്നു, പ്രാർത്ഥിക്കുന്നു. കുടുംബക്കലറ പോലും ഇപ്പോൾ വേണ്ടെന്നും പലപ്പോഴും ഈ സഭ വിട്ട് പലരും പോകാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ഈ തള്ളയുടെ കൂടെയും തന്തയുടെ കൂടെയും ഒന്നിച്ച് പോയാൽ പള്ളി പോകേണ്ടി വരും, അടയ്ക്കൽ ആ കുഴി കിടക്കേണ്ടി വരും. അതിലും ഭേദം ഇനി മരണാനന്തര പ്രാർത്ഥന ഇല്ലെങ്കിലും വേറെ സഭയ്ക്ക് പോയേക്കാന്ന് ഓർക്കുന്നത്. രഹസ്യമായിട്ട് അപ്പനെയും അമ്മയും പൂട്ടിയിട്ടിട്ട് പ്രാർത്ഥനയ്ക്ക് പരസ്യമായി പോകുന്ന പുണ്യാത്മാക്കൾ എത്ര കിടപ്പുണ്ടെന്നറിയോ?
നല്ല പേരുമുണ്ട്, പെരുമയുണ്ട്. പക്ഷേ അപ്പനും അമ്മയും ഒരു നേരത്തെ ഭക്ഷണത്തിന് ചിലപ്പോൾ ഇരയ്ക്കോ നിരയ്ക്കോ വേണ്ടി വരും. ബന്ധങ്ങൾ. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ. ഇത് മരണം വേണ്ട, അതിനു മുമ്പേ നമ്മൾ സ്ഥലം വിട്ട് കഴിഞ്ഞിരിക്കും. കർത്താവ് എന്തു ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. ഇതാ പറഞ്ഞത്. ഈ അമ്മയെ വിട്ട് പോകാൻ ഞാൻ തീരുമാനം എടുക്കുന്നില്ല. ഇനി പോകാത്തതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ കിട്ടിയാലും ശരി, എനിക്ക് കുഴപ്പമില്ല. ഇപ്പം നേരെ തിരിച്ചാ പറഞ്ഞത്. ഈ തള്ളയുടെ കൂടെ പുറത്തിട്ട് കർത്താവ് എന്ത് തന്നാലും ശരി, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അങ്ങ് അനുഭവിച്ചോടാം. ഈ കുടുംബത്തിൽ ഈ അപ്പൻ്റെ കൂടെ ഈ അമ്മയുടെ കൂടെ താമസിച്ചിട്ട് എന്താ സഹോദരങ്ങളുടെ ഡൈവേഴ്സിൻ്റെ ഒക്കെ എണ്ണം ഇങ്ങനെ കൂടാൻ കാരണം? നിസ്സാര കാര്യങ്ങൾ, മാതാപിതാക്കൾ, ബന്ധങ്ങൾ. തിരുവചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ മക്കളെ. ഇതുകൊണ്ടാണ് ഇതങ്ങ് എഴുതി വെച്ചോളാൻ പറഞ്ഞത്. നോക്കുക, ഈ രൂത്ത് അവളൊരു മോവാബിയ സ്ത്രീയാണ്. ആ രൂത്തിൻ്റെ ജീവിതത്തിൽ ബോവസ് എന്ന് പറയുന്ന നവോമിയുടെ കുടുംബക്കാരനായ ബോവസിനെ ഇതാ ഭർത്താവായി സ്വീകരിക്കുകയും അങ്ങനെ അവൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയും ആ കുഞ്ഞിനെ കണ്ട് നാട്ടുകാർ പറഞ്ഞ വചനം, രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം. നവോമിയോട് അവൻ്റെ അയൽക്കാരികൾ വന്നിട്ട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞിനെ നിൻ്റെ തലമുറയിൽ തന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിൻ്റെ മിടുക്കല്ല, 7 പുത്രന്മാരെക്കാൾ മിടുക്കിയായ നിൻ്റെ മരുമകൾ രൂത്താണ് അതിന് കാരണം. അപ്പോൾ ഒരു പെങ്കൊച്ച് നന്നായാൽ എത്ര ആൺപിള്ളേർക്ക് ഗുണമാ? 7 ആൺപിള്ളേർക്ക്. ഇപ്പം നമുക്ക് സങ്കടം തന്നെ, 2 പെൺപിള്ളേരെ എനിക്ക് എന്നാ ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. 14 ആണുങ്ങളുടെ ഗുണം ചെയ്യും. പക്ഷേ തിരുവചനം പാലിച്ച് അമ്മയോടുള്ള ബന്ധം നേരെയാക്കിയ ഈ രൂത്ത്, മോവാബിയ സ്ത്രീയായിരുന്ന അവൾ, ഇതാ ഈ സ്ത്രീയോട്, ഈ മരുമകളോട്, ഈ അമ്മായിയമ്മയോട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചതിൻ്റെ പേരിൽ കർത്താവ് ചെയ്ത കരുണയെന്നറിയാമോ? ഇന്നും മത്തായിയുടെ സുവിശേഷം വായിക്കാൻ തുടങ്ങുമ്പോൾ പറയും, എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് ഈ മോവാബിയ സ്ത്രീയിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ഇതാണ് ദൈവം തന്ന സമ്മാനം. അമ്മായിയമ്മയെ നല്ലതുപോലെ നോക്കിയപ്പോൾ നഷ്ടങ്ങളൊക്കെ കുറേ ഉണ്ടായിന്നേ, കുറേ കഷ്ടപ്പാടും ഉണ്ടായിന്നേ, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നുവെന്നേ, പരിഹാസങ്ങൾ. രൂത്തിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്, എത്ര പേര് കളിയാക്കിയെന്നറിയോ? ഈ അമ്മയും മരുമകളെയൊക്കെ ഒത്തിരി കളിയാക്കി. എന്നിട്ടും ബന്ധം മുറിക്കാതെ ഈ ബന്ധം കാത്തു സൂക്ഷിച്ചപ്പോൾ ദൈവം അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ് ക്രിസ്തുവിൻ്റെ അമ്മയാകാനുള്ള വിളി. നമുക്കും ആഗ്രഹമുണ്ട് നമ്മുടെ കുടുംബത്തിൽ യൗസേപ്പ് പിതാവിനെ പോലത്തെ ഒരു കുഞ്ഞ്, പരിമല തിരുമേനിയെ പോലൊരു വിശുദ്ധൻ, പിന്നെ മദർ തെരേസയെ പോലത്തെ ഒരു കൊച്ച്. ഇങ്ങനത്തെ മക്കളുണ്ടാകണമെങ്കിൽ നമ്മൾ ഓർക്കണം, അതിന് ചെയ്യേണ്ട പരിത്യാഗം എന്ന് പറയുന്നത്, അതിന് ചെയ്യേണ്ട പുണ്യം എന്ന് പറയുന്നത് എനിക്ക് ദൈവം തന്ന ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു തനിക്ക് കിട്ടിയവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവേ, അവരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കുന്നു. നീ എനിക്ക് തന്നവരെ ഓർത്ത് നന്ദി പറയുന്നു. അബദ്ധത്തിൽ എനിക്ക് കിട്ടിയ അപ്പനല്ല, അബദ്ധത്തിൽ എനിക്ക് കിട്ടിയ അമ്മയല്ല, പകരം എന്നെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണോ? മാതാപിതാക്കൾ അനുസരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം, സിറാക്കിൻ്റെ പുസ്തകം, ബാക്കിയൊന്ന് വായിച്ചു തീർത്തേ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മളിനി ദൈവഹിത അന്വേഷിച്ച് ഒരു സ്ഥലത്തും പോകണ്ട. മാതാപിതാക്കൾ നമുക്ക് പലർക്കും സംശയമായിരിക്കും, സത്യത്തിൽ ഈ കുടുംബത്തിലല്ലായിരുന്നു ഞാൻ ജനിക്കേണ്ടത്. അത് ചെറുപ്പത്തിലേ തോന്നുള്ളൂ പിള്ളേർക്ക്. അത് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ആരും ജനിക്കേണ്ടത്. അബദ്ധം കർത്താവിന് പറ്റിയതാണോ? കർത്താവിനൊരു അബദ്ധവും പറ്റിയിട്ടില്ല. ഓരോ കുഞ്ഞിൻ്റെ അപ്പനെയും അമ്മയും കർത്താവാണ് തീരുമാനിച്ചത്. നമ്മൾ ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ മക്കൾ ഒരു കാര്യം ചിന്തിക്കണം. സത്യത്തിൽ ഒരു കുഞ്ഞ് ഉദരത്തിലുണ്ടെന്ന വിവരം ആ അമ്മ പോലും അറിയുന്നത് ഒരാഴ്ച കഴിഞ്ഞോ 15 ദിവസം കഴിഞ്ഞിട്ടാണ്. അല്ലാതെ അപ്പത്തിന് അറിയാൻ പറ്റുമോ? സഹോദരിമാരെ, നിങ്ങളോട് ചോദിച്ചത്, പറ്റുമോ? 1 മാസം കഴിഞ്ഞാണ്, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാണ് ഇതൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എന്നാ അർത്ഥം? അപ്പൻ്റെ അമ്മയുടെ അനുവാദം കിട്ടിയിട്ടല്ല ഈ ഭൂമിയിലേക്ക് നമുക്ക് ജന്മം നൽകിയത്. അതുകൊണ്ട് നമ്മൾ ഈ മാതാപിതാക്കളെ വെല്ലുവിളിക്കുമ്പോൾ ഓർക്കണം, അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഓർക്കണം, നിനക്ക് ജന്മം നൽകിയ ദൈവത്തെയാണ് നീ ചോദ്യം ചെയ്യുന്നത്.
നിനക്ക് ദൈവം തന്ന ദാനം ജീവനെയാണ് നീ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്വർഗം ഒരിക്കലും ഈ മേഖലയിൽ നമ്മളോട് എന്ത് ചെയ്യുന്നത്, ക്ഷമിക്കില്ലെന്ന് പറയാൻ കാര്യം. മാതാപിതാക്കളുടെ നിലവിളി ഉയർന്നു കഴിയുമ്പോൾ മക്കൾ എവിടെ പോയാലും ഗതി കിട്ടാത്തതിൻ്റെ കാരണം സ്വർഗം എപ്പോഴും മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുക. തിരിച്ച് നമ്മളൊക്കെ ഓരോ അപ്പൻ്റെയും അമ്മയുടെയും ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നൊക്കെ പുറത്ത് വന്നവരല്ലേ. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചായിരുന്നോ, നിനക്ക് ഇന്ന അപ്പനെ നിനക്ക് ഇന്ന അമ്മയെ തന്നേക്കാം, നീ ഈ ഭൂമിയിലേക്ക് പോരുന്നു നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചായിരുന്നോ? ചോദിച്ചിട്ടില്ല. സെലക്ഷൻ എൻ്റെ അല്ല, മാതാപിതാക്കളുടെ അല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ പരമാധികാരത്തിൽ ഈ ജീവൻ്റെ മേൽ നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കുക. ഇനി ഇവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് വഴി ദൈവം എനിക്ക് തരുന്ന കുറച്ച് നന്മകളുണ്ട്. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകുന്നു, പ്രായശ്ചിത്തം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പറയുകയാണ്, ഈ തൂത്തുകുട്ടി ധ്യാന കേന്ദ്രത്തിൽ വന്ന് കഴുത്തേലൊരു കുരിശും കെട്ടി മുട്ടുകുത്തി നടന്നാൽ കുടുംബത്തിലെ പാപം തീരുമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വലിയ സന്തോഷമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ. ജന്മം നൽകിയ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമ സഹോദരങ്ങളെ. പാപത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യലാണ്, തലമുറയുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമാണ് സത്യത്തിൽ ഓരോ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ്, ഞങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളിൽ ആര് ഒരു ഉപാധിയുമില്ലാതെ മാതാപിതാക്കളോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കുകയും അവർക്ക് ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തോ, പാരമ്പര്യത്തിൽ പറയുന്ന രോഗങ്ങളോ പാരമ്പര്യത്തിൽ പറയുന്ന സ്വഭാവങ്ങളോ നമ്മുടെ മേൽ ഉണ്ടാകില്ല സഹോദരങ്ങളെ. അതാണ് ക്രിസ്തു നമുക്ക് തന്ന വാഗ്ദാനം. നമ്മൾ ഈ പാരമ്പര്യം, ഞങ്ങളുടെ കുടുംബം ശാപത്തിൽ കിടക്കുകയാണ്, പാരമ്പര്യത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് സ്വഭാവമുണ്ട്, ഞങ്ങളുടെ തലമുറയിൽ ഇങ്ങനെയാണ്. പലപ്പോഴും പലതും വന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ആൻസർ ഇതാണ്. മാനസിക രോഗം തൊട്ട് മാറാരോഗം തൊട്ട് ഏത് കിടന്നാലും ശരി, മാതാപിതാക്കളോടുള്ള കടമ പൂർത്തീകരിക്കുന്നുണ്ടോ നിൻ്റെ തലമുറയിൽ, അത് കർത്താവ് അനുവദിക്കില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 9 പലരും ശിഷ്യന്മാരാണ് കർത്താവിനോട് ചോദിച്ചത്, ഞങ്ങളുടെയൊക്കെ ഇവൻ്റെ ഈ അന്ധതയ്ക്ക് കാരണം ആരുടെ ശാപമാണ്? ദൈവം പറഞ്ഞു, ഇത് ശാപമല്ല, ദൈവമഹത്വമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക. തീർച്ചയായിട്ടും ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഒരു കുടുംബം പറഞ്ഞൊരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു കുടുംബത്തിൽ എന്നും എന്നാ കിട്ടിയാലും രോഗം മാത്രമേ ഉള്ളൂ. എത്ര രൂപ കിട്ടിയാലും അപ്പനും അമ്മയ്ക്കും ചികിത്സയ്ക്കുള്ള കാശ്. ഏത് വരുമാനം നോക്കിയാലും ഒന്നുമില്ല അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ മടുത്തു. ഈ അമ്മയ്ക്കാണെങ്കിൽ 5-6 മക്കളുണ്ട്. ചിലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വല്ല പൊതിക്കെട്ടുമായിട്ട് വന്ന് ഞങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് പോകും. ചിലരാണെങ്കിൽ അമ്മയ്ക്ക് ഒരു സഹായവും ചെയ്തു കൊടുക്കാറില്ല. അവസാനം അമ്മ മരണസമയം ആയപ്പോഴേക്കും മാരകമായ ക്യാൻസർ രോഗമാണ് പിടിച്ചിരിക്കുന്നത്. പണമില്ല ചികിത്സിക്കാനായിട്ട്. പലരോടും പറഞ്ഞു, ഒന്ന് സഹായിക്കണം മക്കളെ, അമ്മയ്ക്ക് സുഖമില്ലെന്ന്. പലരും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഒരു മകൻ പറഞ്ഞു, വീതം കിട്ടിയില്ലെങ്കിലും അമ്മയെ നോക്കിക്കോളാം. ഇങ്ങനെയാണല്ലോ നമ്മളൊക്കെ അപ്പനെ അമ്മയെ നോക്കുന്നത്. മാതാപിതാക്കൾ പലപ്പോഴും സ്വത്തും മുതലൊന്നും എഴുതി കൊടുക്കാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റാണെന്നറിയാം. അതുകൊണ്ടാണ് പലതും പിടികൊടുക്കാതിരിക്കാൻ കാരണം. ഏതായാലും ഈ മകന് മാതാപിതാക്കളൊന്നും കൊടുത്തിട്ടില്ല. പല കാരണവും പറഞ്ഞു. മുടിയൻ പുത്രനാണ്, നോക്കത്തില്ല, അവൻ ശരിയില്ലെന്നൊക്കെ പറഞ്ഞു. കാര്യം മകൻ കള്ളുകുടിയനാണ്. ഏതായാലും സ്നേഹമുള്ളവരെ, ഇതാ ഈ അമ്മയെ, ഈ മരുമകൾ എന്ന് പറയാൻ പറ്റത്തില്ല, മകളെന്നേ പറയാൻ പറ്റുള്ളൂ. അവൾ പറഞ്ഞു, എനിക്ക് ഒരു കുഞ്ഞും കൂടി അധികമുണ്ടെങ്കിൽ ഞാൻ നോക്കാൻ കടപ്പെട്ടതല്ലേ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ എനിക്ക് നോക്കിക്കൂടാ? നിന്ദനവും തുപ്പലും ഒക്കെ ഈ സ്ത്രീ അനുഭവിച്ചു. അവർ പറഞ്ഞു, മരണസമയത്ത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഇതെല്ലാം കയ്യിലെടുത്ത് ചുമരിലൂടെ ഇങ്ങനെ തേച്ച് വിട്ടേക്കും. അത്രയും ഗതി കിട്ടും. നാത്തൂന്മാർ പോലും കുറ്റം പറയുന്നവരാണെങ്കിലും വന്നിട്ട് പറഞ്ഞു, നിന്നെ സമ്മതിച്ചു കേട്ടോ, എന്തിനാണ് ഇത്രയൊക്കെ കൊടുക്കുന്നത്? കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണല്ലോ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോകുന്നത്, പണി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. സ്വന്തം മക്കൾ പോലും നോക്കാതെ ഈ മരുമകൾ നന്നായിട്ട് ഇവരെ പരിപാലിക്കാവുന്നതിൻ്റെ മാക്സിമം പരിപാലിച്ചു. മരണസമയത്ത് ബോധത്തോടെ അമ്മ പറഞ്ഞു, എടിയേ, എൻ്റെ നല്ല കാലത്തൊക്കെ നിന്നെ ഞാൻ ഒത്തിരി കുറ്റപ്പെടുത്തിയടി, എനിക്ക് അറിവില്ലായിരുന്നടി, നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നീ എന്നെ ഇത്രയൊക്കെ നീ കഷ്ടപ്പെട്ട് നോക്കിയില്ലേ, നിനക്കൊരിക്കലും മോളെ ആശുപത്രി കയറാൻ യോഗം ഉണ്ടാകത്തില്ല.
നീ ഇനി ചികിത്സയ്ക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തിൽ പണം ചിലവാവില്ല മോളെ എന്ന് പറഞ്ഞു. ഞാൻ ആ അമ്മച്ചിയെ പൗരോഹിത്യ ശുശ്രൂഷ ഞാൻ പറഞ്ഞല്ലോ, അവരെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ അമ്മയുടെ അനുഗ്രഹം എനിക്ക് പിന്നീട് ഒരിക്കലും ആശുപത്രി ചികിത്സയ്ക്ക് പണം ചിലവായിട്ടില്ല. മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടല്ലോ, അതൊക്കെ ഈ വിലയില്ലാതെ പേപ്പർ വലിച്ചെറിയുന്നവരൊന്നും കളഞ്ഞേക്കരുത്. അവർ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചാൽ അത് മതി സഹോദരങ്ങളെ. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും അപ്പൻ്റെ അമ്മയുടെയും ആ നിറഞ്ഞ കൈകൊണ്ടുള്ള ആ ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ, അത് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഈ യാക്കോബായ സഭയിൽ ഇപ്പോഴും നമ്മുടെ പാമ്പാക്കോട് പുസ്തകം പരിശോധിച്ച് നോക്ക്, മാതാപിതാക്കൾ അവരുടെ മക്കളെ പിൻഗാമിയെ അനുഗ്രഹിക്കുന്നൊരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിസ്സാരമൊന്നുമല്ല അത്. അപ്പൻ്റെ അമ്മയുടെയും നല്ല വാക്കുകൾ അത് മക്കളിൽ അതുപോലെ സംഭവിക്കും. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. നോക്കിക്കേ, ഇന്ന് നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നില്ലെങ്കിൽ തിരിച്ചറിയുക, എൻ്റെ അപ്പനോട് അമ്മയോടുള്ള കടപ്പാട് എന്താണ്. ഇത് ഓർമ്മിപ്പിക്കലാണ് എൻ്റെ മക്കളുടെ സ്വഭാവം. മരണമടഞ്ഞു പോയ മാതാപിതാക്കളായിരിക്കും, അവർക്ക് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി വിശുദ്ധരായി നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ മക്കൾ വിശുദ്ധരാകും. എത്രയോ അനുഭവങ്ങളാണ് സഹോദരങ്ങളുള്ളത്. പലപ്പോഴും രോഗികളായി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ അച്ഛന്മാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, ഇത് ചാവുന്നില്ല അച്ഛ തള്ള, ചാവുന്നില്ല തന്ത, അച്ഛ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രാർത്ഥന നടത്താൻ പറ്റുമോ? ഞാൻ എൻ്റെ കാര്യത്തിൽ ഇത്രേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. നിങ്ങളുടെ മക്കളെല്ലാം കൂടി ഒരുമിച്ചൊന്ന് കൂട്, വെറുപ്പും വൈരാഗ്യമൊക്കെ ഒന്ന് നിർത്ത്, എന്നിട്ട് നിങ്ങളൊന്ന് പരസ്പരം ക്ഷമിക്കുക, നല്ല കുമ്പസാരം നിങ്ങൾ മക്കൾ സ്വീകരിക്കുക, എന്നിട്ട് മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കുക, അവർക്ക് വേണ്ടി ഒരു ബലിയർപ്പിക്കുക. ആഴ്ച മതി, ദിവസങ്ങൾ മതി. എത്രയോ മാതാപിതാക്കളാണ് മനസമാധാനത്തോടെ മരിച്ചു പോയിരിക്കുന്നത്. പല കുടുംബങ്ങളിലും അസ്വസ്ഥതകളുണ്ട്. പലർക്കും പേടിയാണ്. ഈ ചില പ്രത്യേക ദിവസങ്ങൾ വരുമ്പോൾ പേടിയാണ്. ചിലർ പറയും കല്യാണം വരുന്നുണ്ട്, എന്ത് അനർത്ഥമാണ് സംഭവിക്കുന്നത്, മാമോദീസ വരുന്നുണ്ട്, എന്ത് അനർത്ഥമാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിശേഷം വീട്ടിലുണ്ടായാൽ മതി, വീട്ടിൽ കിടന്ന് ബഹളമാണ്. ഇങ്ങനത്തെ സ്വഭാവം വല്ലതൊക്കെ നിങ്ങൾക്കുണ്ടോ? ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ നേരെയാകുക, മരിച്ചു പോയിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ബലി അർപ്പിക്കുക, ഒരനർത്ഥവും സംഭവിക്കില്ല. സ്നേഹമുള്ളവരെ, ഇതാ മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ മക്കളിൽ മാനസാന്തരവും വിശുദ്ധിയും ഉണ്ടായിരിക്കും. താട്ട് വായിച്ചു. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ് കർത്താവ് കേൾക്കുന്നത്. ഓർക്കണം, നമ്മൾ ഈ ഡൊണേഷൻ കൊടുത്തും പിന്നെ സ്പോൺസർ ചെയ്തും മിടുക്കന്മാരായി നടന്നാലൊക്കെ കർത്താവ് കൂടെയാണെന്ന് വിചാരിക്കണ്ട. നിൻ്റെ അപ്പനെയും നിൻ്റെ അമ്മയും ബഹുമാനിക്കുന്നോ, ദൈവമേന്ന് നീ ഒരു വിളി വിളിച്ചാൽ മതി, അത് മുകളിലെത്തിയിരിക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. മാതാപിതാക്കൾ ബന്ധങ്ങൾ എപ്പോഴും ദൈവസ്നേഹത്തിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദൈവഭയം മക്കൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞോണം. നാളെ മക്കൾ നോക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വളരെ വേദനയോടുകൂടി ഈ കാര്യം പറയുന്നത്. ഇന്ന് മക്കളെ ആകെ 2 എണ്ണേ ഉള്ളൂ. അതിനെ അങ്ങ് പഠിപ്പിച്ച് അങ്ങ് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ ദാസരായിരിക്കും. നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ, മരണം വരെയും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ദാസന്മാരായിരിക്കും. ഇന്നേതെങ്കിലും മക്കൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴുത്തെ കുത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ ജന്മത്തിനും വില പറയുന്നുണ്ടെങ്കിൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവർക്ക് ദൈവത്തെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ദൈവഭയമാണ്. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മാതാപിതാക്കളുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകിയ എൻ്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ, എൻ്റെ മാതാപിതാക്കൾ എന്നെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ ഇടയാകരുത്. നമ്മൾ ഈ ധ്യാനത്തിന് അത്രയങ്ങ് സമ്മതിച്ചേക്കുക, അത്രയങ്ങ് പ്രാർത്ഥിച്ചേക്കുക, അത് കർത്താവിന് വിട്ടുകൊടുത്തേക്കുക. പിന്നെ ചില മാതാപിതാക്കളെ സംബന്ധിച്ചുണ്ട്, ഓർമ്മയും പോയി, ഹൃദയത്തിൽ മുഴുവൻ വെറുപ്പും വൈരാഗ്യവും കിടന്ന് 24 മണിക്കൂറും ഈ ശാപത്തിൻ്റെ ഹോൾസെയിൽ ഡീലർമാരുണ്ട്. അതൊക്കെ അവനവന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ചുമ്മാ കിടന്ന് പ്രാക്കുന്നത് അവനവൻ്റെ തലയിൽ. ചില രോഗം വന്നു കഴിഞ്ഞാൽ ചിലർക്ക് പിന്നെ ഓർമ്മയില്ല, അത് ഭക്ഷണം കിട്ടിയോ, അത് വന്നോ തന്നോ. ഇത് വലിയ പ്രശ്നമാണ്. പലരും ഇങ്ങനെ ആത്മാർത്ഥമായി ചെയ്യുന്ന മക്കളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
ഭക്ഷണം കിട്ടിയില്ല, അവൾ എന്നെ നോക്കാറില്ല, എനിക്ക് പിന്നെയും പഴയ ആളായിരുന്നു നല്ലത്, ഇങ്ങനെ ചില അറ്റാച്ച്മെൻറ്റ് കടന്നിട്ടുള്ള ചില പരിപാടി കാണിക്കും. ഇതൊക്കെ നമുക്ക് വെളിവീട്ട് പോയതിൻ്റെയാണ്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക, സുബോധത്തോടെ മരിക്കാനുള്ള കൃപ എനിക്ക് തരണേ കർത്താവേന്ന്. നമ്മളീ മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങളിൽ പറയുമ്പോഴേ ഒരു കാര്യം നമ്മൾ നന്നായി തിരിച്ചറിയണം. വിവാഹം പോലും കഴിക്കാത്തൊരു സ്ത്രീയാണ് മദർ തെരേസ. അവരുടെ ജീവിതത്തിൽ അവരുടെ മരണാനന്തര സമയമായപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ ഈ പേപ്പറിലെല്ലാം കണ്ടു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്പലങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിം പള്ളികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇന്ത്യൻ ജനത. അവരുടെ മരണശേഷം എത്രയോ ആളുകളാണ് വന്ന് അവരുടെ ശവപ്പെട്ടിയുടെ മുമ്പിൽ ആദരവോടെ നിൽക്കുന്നത്. നമ്മുടെ അപ്പനും അമ്മയും മരിക്കാൻ നോക്കിയിരിക്കുക, ആദരവോടെ ഇതൊന്ന് പൊക്കി കുഴിയിലിടാൻ. മദർ തെരേസയുടെ 2 ദിവസം കൂടി വെക്കാൻ വേണ്ടി ഇരിക്കുക. അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ മദർ തെരേസയെ പോലെ ജീവിക്കുകയാണെങ്കിൽ അപ്പനും അമ്മയും തിരിച്ചറിയണം, നിങ്ങളുടെ മക്കൾ പൊന്നുപോലെ നോക്കും. ഇപ്പം നോക്കുന്നില്ലെന്നും പറഞ്ഞ് ഈ പരാതി പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അപ്പനും അമ്മയും തിരിച്ചറിയുക, നമ്മൾ തിരുത്താനുണ്ട് ചില മേഖലകളിൽ. അത് സ്വാർത്ഥതയായിരിക്കും, ഉള്ളി കിടക്കുന്ന വെറുപ്പായിരിക്കും, വൈരാഗ്യമായിരിക്കും, ആന്തരിക മുറിവുകളായിരിക്കും, നമുക്കറിയത്തില്ല. അത് സംഭവിക്കണമെങ്കിൽ, അത് നമുക്ക് നല്ല രീതിയിൽ സംഭവിക്കണമെങ്കിൽ നല്ല ബോധവും വെളിവുള്ള സമയത്ത് നല്ല കുമ്പസാരം നടത്തണം. ഇതിപ്പോൾ എന്താണ്? ഈ ബന്ധങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കും, മരുമക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മനസ്സിൽ വെക്കും. ധ്യാന സമയത്ത് കിടന്ന് നല്ല ഉറക്കം ഉറങ്ങും. കുമ്പസാരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പം എനിക്കില്ല അച്ഛാ, എൻ്റെ വഴിയല്ല നാട്ടുകാരുടെ വഴിയാന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. ഇതൊന്നും ഹൃദയത്തിൽ നിന്ന് കളയാതെ ഈ വെറുപ്പും വൈരാഗ്യം വെച്ച് മരണസമയമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില അമ്മമാർ വായെടുത്ത തെറിയേ പറയൂ. ചില അപ്പന്മാർ അച്ഛന്മാരെ കണ്ടാലും തുപ്പാനും തെറിയേ പറയത്തുള്ളൂ. എന്താ കാര്യം എന്നറിയോ? ആരോഗ്യം ആയുസ്സുള്ള സമയത്ത് ചെയ്തു കൂട്ടിയത് ഒന്നും നല്ല കുമ്പസാരം നടത്താതെ ഹൃദയത്തിൽ വെച്ചു, അവസാനം മരണത്തിൻ്റെ സമയത്ത് എല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ നേരെയാകുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ നേരെയാകുക. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടൊപ്പം തന്നെ വിലയുള്ളവരാണ് നമ്മുടെ അധ്യാപകർ. 1 തീമോത്തിയോസ് 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ അധ്യാപകരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. 17-ാമത്തെ തിരുവചനം, സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ, പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കും. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന പോലെ തന്നെ ആദരിക്കാനും ബഹുമാനിക്കാനും വിളിക്കപ്പെട്ടവരാണ് അധ്യാപകർ, സുവിശേഷ പ്രഘോഷകർ, വൈദികർ. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ സഭയിൽ ഇതാ രാത്രിയും പകലും കുറ്റം പറയാൻ കിട്ടിയിരിക്കുന്ന ഏകവർഗം അച്ഛന്മാരാണ്. ഒരു ദിവസമെങ്കിലും വികാരി അച്ഛൻ്റെയോ സഭയിലെ വൈദികരുടെയോ മെത്രാൻ്റെയോ കുറ്റം പറയാത്ത ഒറ്റ ദിവസം പോലും നമുക്കില്ല. ഭക്ഷണം കഴിക്കാൻ നേരത്തോ ന്യൂസ് വരാൻ നേരത്തോ ആദ്യം ചെയ്യുന്ന പരിപാടി ഇതായിരിക്കും. എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്നേഹമുള്ളവരെ, ഇതാ പാർട്ടിക്ക് വേണ്ടി നമുക്കിഷ്ടം പോലെ മക്കളുണ്ട്, പ്രേമിക്കാൻ നമുക്കിഷ്ടം പോലെ മക്കളുണ്ട്, നാട്ടുകാരെ തല്ലുകൊള്ളാനും നമ്മുടെ മക്കൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഒരു മിഷണറിയോ ഒരു കന്യാസ്ത്രീയോ ഒരു പുരോഹിതനെയോ ഒരു വിശുദ്ധനായൊരു പുരോഹിതനോ നമുക്കില്ല സഹോദരങ്ങളെ. കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ ഈ കുറ്റം പറച്ചിൽ എന്ന് നിൽക്കുന്നോ അന്ന് നമ്മുടെ തലമുറയിൽ വിശുദ്ധരായ പുരോഹിതന്മാരുണ്ടാകും. നമ്മുടെ തലമുറയിൽ വിശുദ്ധന്മാരുണ്ടാകും സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഈ കുറ്റപ്പെടുത്തലുകളും മുറിപ്പെടുത്തലുകളൊക്കെ നമ്മൾ നിർത്തുക. സൺഡേ സ്കൂൾ അധ്യാപകരുമായിട്ടുള്ള ബന്ധം, സ്കൂൾ അധ്യാപകരുമായിട്ടുള്ള ബന്ധം. ജ്ഞാനം 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുക, ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല. പിന്നെ പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയും, പാപത്തിന് അടിമപ്പെട്ട ശരീരത്തിൽ വസിക്കില്ല. വിശുദ്ധവും സുഷിക്തവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലുന്നു. അതുകൊണ്ട് ഹൃദയം പരിശുദ്ധമായാലേ ജ്ഞാനം പ്രവേശിക്കുകയുള്ളൂ. ഇന്ന് സൺഡേ സ്കൂൾ അധ്യാപകർ ഏറ്റവും കൂടുതൽ മുറിവേറ്റ് പോവുകയും നമ്മുടെ മക്കൾ സൺഡേ സ്കൂൾ പഠിക്കാൻ പറ്റാതെ മുങ്ങിപ്പോകുമ്പോൾ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എന്നാ സംഭവിക്കണമെന്നറിയോ? ദൈവവചനവും ദൈവകൃപയും ആ മേഖലയിൽ അങ്ങ് ചോർന്നു പോകും. അധ്യാപകരോട് കിടക്കുന്ന വെറുപ്പ് പഠന മേഖലയിൽ എങ്ങനെ തന്നെയാണ്. സ്നേഹമുള്ളവർ, നിങ്ങൾ പരിശോധിച്ചോ? ചില പിള്ളേർ പറയും, എനിക്ക് ഇന്ന വിഷയം വലിയ വിഷമമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന വിഷയം പഠിക്കാൻ പറ്റുന്നില്ല. പരിശോധിച്ച് തപ്പിച്ചെല്ലുമ്പോൾ അറിയുന്നത് ആ ടീച്ചറോട് കിടക്കുന്ന വെറുപ്പും ആ സ്കൂളിനോട് കിടക്കുന്ന വൈരാഗ്യവുമാണ്.
അധ്യാപകരോട് കിടക്കുന്ന വെറുപ്പ്, അധ്യാപകരോട് കിടക്കുന്ന വൈരാഗ്യം പഠന മേഖലയെ സ്വാധീനിക്കും. അതുമാത്രമല്ല, അവരുടെയൊക്കെ അനുഗ്രഹം നാളെ നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹിച്ചു വിടും. ചിലതിങ്ങനെ ഹോൾസെയിലും റീറ്റെയിലായിട്ട് ശാപവും വാങ്ങി ഗുണം പിടിക്കത്തില്ലെന്നും പറഞ്ഞ് വാങ്ങിക്കിടക്കും. ഏത് മേഖലയിൽ പോയാലും അങ്ങനെ തന്നെ. സ്നേഹമുള്ളവരെ, വളർത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, അവരെ ആദരിക്കണം. അതുവഴി എല്ലാ ബന്ധനങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളോട്, അധ്യാപകരോട്, നമ്മുടെ ചുറ്റുപാടുകളോട് നമുക്ക് വന്നുപോയ മുറിവുകളും സങ്കടങ്ങളൊക്കെ ഒന്ന് ഏറ്റുചൊല്ലി, ഏറ്റു പ്രാർത്ഥിച്ച് ദൈവസന്നിധി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഒന്ന് കണ്ണടച്ച് നമ്മളൊന്ന് നമ്മുടെ ഹൃദയത്തിൽ അപ്പനെ അമ്മയും ഒന്ന് ഓർത്തി. ഈ ഭൂമിയിൽ നീ ആര് തന്നെയാണെങ്കിലും, ആരാണെങ്കിലും, നീ ഉണ്ടായത് നിനക്കൊരു പക്ഷേ നിൻ്റെ ജീവിതത്തിൽ തോന്നിക്കും വേണ്ടായിരുന്നു ജന്മം, പാഴായിപ്പോയി. പക്ഷേ നീ അനുഭവിച്ചതും നീ സന്തോഷിച്ചതും നീ കണ്ടെത്തിയതുമായ ജീവിതത്തിൽ നിനക്ക് ജന്മം നൽകാൻ നഷ്ടപ്പെട്ടു പോയൊരപ്പനും അമ്മയുമുണ്ട്. ഒരു കന്യക അവളുടെ കുടുംബജീവിതത്തോടു കൂടി അവളുടെ സൗന്ദര്യം, അവളുടെ ശരീരം, അവരുടെ മനസ്സ്, അവരുടെ എല്ലാം നല്ല പ്രായവും സത്യത്തിൽ മരിക്കുകയാണ് സഹോദരങ്ങളെ, ഒരു കുഞ്ഞിൻ്റെ ജന്മത്തോടെ. എത്രയോ മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ ശാരീരികമായി തളർന്നു പോയത്, മാനസികമായി തളർന്നു പോയത്. ഹോർമോൺ വ്യത്യാസങ്ങൾ, ശരീരത്തിൻ്റെ ചില പ്രത്യേകതകൾ, ജന്മത്തിൻ്റെ പേരിൽ എത്രയോ മാതാപിതാക്കൾ തളർന്നുപോയി, തകർന്നുപോയി. അവർക്കൊക്കെ അവരുടെ ജീവിതം മാത്രം നോക്കാമായിരുന്നു. അവരുടെ സൗന്ദര്യം, അവരുടെ ജോലി, അവരുടെ കഴിവ് ഒക്കെ അവർക്ക് നോക്കാമായിരുന്നു. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ ജോലി നിഷേധിക്കപ്പെട്ട, പഠിക്കാൻ പറ്റാത്ത, സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെട്ട, സാമ്പത്തിക മേഖലയിലോ സാമൂഹിക മേഖലയിലൊക്കെ തളർന്നുപോയ എത്രയോ എത്രയോ പേരുണ്ട്. ഒരിക്കലെങ്കിലും അവരെയൊക്കെ നമ്മളൊന്ന് ഓർക്കാറുണ്ടോ? ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിൻ്റെ ജന്മം കൊണ്ട് സത്യത്തിലൊരു അമ്മ മരിക്കുകയാണ്. ആ അമ്മയിൽ നിന്നാണ് പിന്നെ ആ കുഞ്ഞ് ജീവനും ജീവിതവും വലിച്ചെടുക്കുന്നത്. ഉദരത്തിലാവുന്ന നിമിഷം മുതൽ അമ്മയുടെ എല്ലാ സ്വാഭാവിക രീതികളും മാറിക്കൊണ്ട് അതൊരു പ്രത്യേക തയ്യാറെടുപ്പ് ഒരുങ്ങുകയാണ്. അപ്പനും അതുപോലെ തന്നെ. പക്ഷെ സത്യത്തിൽ ഈ അപ്പനെയും അമ്മയെയും നിഷേധിച്ചുകൊണ്ടും ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ നമ്മൾ എത്രയോ തവണ കുറ്റപ്പെടുത്തി, മുറിപ്പെടുത്തി. പ്രായം ചെന്നതിൻ്റെ പേരിൽ ഒരു നല്ല ഭക്ഷണം പോലും കൊടുക്കാത്ത എത്രയോ മക്കളാണുള്ളത്. ജീവിച്ചിരിക്കെ എനിക്ക് ജന്മം നൽകിയതിന് എൻ്റെ അപ്പനൊരു ഉമ്മ എന്ന് നമ്മളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു ജന്മം നൽകിയല്ലോ അമ്മേ, നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ആ അമ്മയുടെ കവളിൽ എന്നെങ്കിലും ഒരു ഉമ്മ കൊടുക്കാൻ നിന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടോ? എന്നും ഈ പരാതി മാത്രമല്ലേ ഉള്ളൂ നിനക്ക്? ഇത്രയൊക്കെ വളർത്തിയില്ലേ? നിനക്കൊരു ശരീരം തന്നില്ലേ? നിനക്കൊരു മനസ്സ് തന്നില്ലേ? നിനക്കൊരു ആത്മാവ് തന്നില്ലേ? മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടിയില്ല എന്ന പേരിൽ എത്രയോ പേരോടാണ് പ്രതികാര ചിന്തയുമായിട്ട് നടക്കുന്നത്. എത്രയോ പേരെയാണ് പരസ്യമായിട്ട് അപമാനിക്കുന്നത്. എത്രയോ പേരാണ് നീ ധ്യാനത്തിനാണ് ഇരിക്കുന്നതെങ്കിലും നിന്നെ ഓർത്ത് കരയുന്ന, നിന്നെ ഓർത്ത് വിലപിക്കുന്ന അപ്പനും അമ്മയുള്ളത്. അമ്മേ എന്ന് വിളിക്കാൻ പോലും മനസ്സില്ലാതെ പകരം മോശമായ വാക്കുകൾ ഉപയോഗിച്ച് എത്ര പേരെയാണ് തളർത്തിയിരിക്കുന്നത്. അപ്പ എന്ന പേരിന് പകരം അവിടെ ചേർക്കേണ്ട പല പദങ്ങളും നീ ഏതെല്ലാം തരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്ക് മാപ്പ് ചോദിക്കാം. ദൈവകരുണ നിനക്ക് ഒഴുകാൻ ദൈവം തന്ന സ്നേഹമാണ് നിൻ്റെ അപ്പൻ, ദൈവം തന്ന സ്നേഹമാണ് നിൻ്റെ അമ്മ. നീ ഇന്നു മുതൽ അവരോട് ക്ഷമിക്ക്, നീ ഇന്നു മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അപ്പോൾ നീ തിരിച്ചറിയുന്നൊരു സത്യം, നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയും. 2, നീ വിലപ്പെട്ടവനാണെന്ന് നിനക്ക് തിരിച്ചറിയും.
നീ അമൂല്യനാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇന്ന് നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു ഭാരമാണ്, ഞാനൊരു ബാധ്യതയാണ്, ഞാൻ ആർക്കും ഇഷ്ടമുള്ളവനല്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അപകർഷതാബോധത്തിൻ്റെ വിവിധ മേഖലകളിൽ നീ ഇന്ന് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന കാരണം നിൻ്റെ അപ്പനോടും അമ്മയോടല്ല ബന്ധം നേരെയാക്കാത്തതുകൊണ്ടാണ്. ആത്മാർത്ഥമായി ക്ഷമിക്കുക. സ്നേഹിക്കാൻ പറ്റാത്ത നിൻ്റെ ഹൃദയം, ക്ഷമിക്കാൻ പറ്റാത്ത നിൻ്റെ ഹൃദയം, പൊട്ടിത്തെറിക്കുന്ന നിൻ്റെ ഹൃദയം, ഇതെല്ലാം അപ്പൻ അമ്മ ബന്ധങ്ങളിൽ വന്ന വിടവുകളും മുറിവുകളുമാണ്. നിൻ്റെ മനസ്സ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, നിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്, ഭാരപ്പെടുത്തലാണ്. നിൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നേരെയാകട്ടെ. കണ്ണടച്ച് പിടിച്ചേ, അപ്പനെ അമ്മയെന്ന് ഓർത്തേ. അവരുടെയൊക്കെ എത്രയോ നല്ല മുഖങ്ങളുണ്ട്. നമുക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾ അവർ ഉറങ്ങാതിരുന്നിട്ടുണ്ട്, എത്രയോ ദിവസങ്ങൾ അവർ നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അവരുടെ സൗന്ദര്യം, അവരുടെ കഴിവ്, ശരീരം, ജോലി എല്ലാം നമുക്ക് വേണ്ടി തന്നില്ലേ? ഒരിക്കലെങ്കിലും നന്ദിയോടെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവസന്നിധിയിൽ നമ്മുടെ അപ്പനെ അമ്മയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Somebody